നമ്മൾ വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ സമാധാന ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന് പ്രധാനമായും ചുക്കാൻ വഹിക്കുന്ന ഖത്തറിന് നേരെ തന്നെ ഈ ആക്രമണം നടത്തിയതിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് അടക്കം വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിനെ കൈയൊഴിയുന്ന തരത്തിൽ ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഈ ന്യായീകരണം നിരത്തിക്കൊണ്ട് അമേരിക്ക, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും അമേരിക്കയുടെ ഒരു ആശീർവാദത്തോടു കൂടി നടന്ന ഒരു ആക്രമണം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാരണം അത് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തതാണ്. അതായത് മുൻകൂട്ടി തന്നെ ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് ബെഞ്ചമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്താൻ പോവുകയാണ്, അത് ദോഹയിലായിരിക്കുമെന്ന കൃത്യമായ വിവരം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സ്റ്റീവ് വിറ്റ്കോഫിനെ ഒരു പ്രത്യേക ദൂതൻ എന്ന രീതിയിൽ ഈ വിവരം ഖത്തറിന് അറിയിക്കണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം കൈമാറിയിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ വൈകിപ്പോയി എന്നുള്ള ഒരു ന്യായീകരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ഒരു ആക്രമണം നടക്കുന്ന കാര്യം ഖത്തറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഖത്തറുമായി ഏറെ നാളത്തെ ബന്ധമുള്ളതാണ്. നയതന്ത്ര തലത്തിലൊക്കെ ഏറെ ബന്ധം വളരെ ഊഷ്മളമായി കൊണ്ടുപോകുന്ന രാജ്യം കൂടിയാണ് US. അതുകൊണ്ട് തന്നെ അവിടെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക താവളം ഉൾപ്പെടെയുള്ളത് ഖത്തറിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അറിയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് തികച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു തീരുമാനം തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടത്തണം, ഹമാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട്, ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തണമെന്നുള്ളത്, ഒരു അറ്റാക്ക് നടത്തണമെന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ അതിൽ താൻ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയാനോ താൻ മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇനി ഒരു തരത്തിലും ഉള്ള ആക്രമണം നടക്കില്ല, ഇനി അങ്ങനെ ഒരു ആക്രമണം ഖത്തറിലെ മണ്ണിൽ ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് പിന്നീട് ഈ ആക്രമണത്തിന് ശേഷം ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ ഔദ്യോഗികമായി തന്നെ നിലപാട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇല്ല, മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകാലങ്ങളിലൊക്കെ നേതൃത്വം വഹിച്ചതുപോലെ തന്നെ അതിന് ഇനി തയ്യാറല്ല, ഇനി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തങ്ങൾ മുന്നോട്ട് വരില്ല എന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശം ഖത്തറിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ ഖത്തർ അമീറുമായും ഒപ്പം തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുകയും ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാകണം, നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള ആവശ്യം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന് ചില മുന്നറിയിപ്പുകൾ കൂടി ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് ബന്ദി കൈമാറ്റം ഉടൻ നടപ്പിലാക്കണം, ആ ബന്ദികളെ ഉടൻ തന്നെ കൈമാറണം എന്നുള്ള നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ബെഞ്ചമിൻ നെതന്യാഹുവുമായും താൻ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു, നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികൾക്കും തങ്ങൾ തയ്യാറാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചതായാണ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ, എല്ലാ ദിവസവും പറയുന്നത് പോലെയല്ല, ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇസ്രായേലിന്റെ പക്കലിലേക്ക് ഈ വിഷയം വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഈ മധ്യസ്ഥ ചർച്ചയ്ക്കൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത് ഖത്തറാണ്. ഖത്തറിനെ സംബന്ധിച്ച് US-നെയും ഒപ്പം തന്നെ ഇസ്രായേലിനെയും ഹമാസിനെയും ഒക്കെ പിണക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു വശത്ത് US-ന് ഈ നയതന്ത്ര തലത്തിൽ വലിയ പിന്തുണ നൽകുന്ന രാജ്യം കൂടിയാണ് ഖത്തർ, മറ്റൊന്ന് ഹമാസിന് സഹായം നൽകുന്നതായിട്ടുള്ളതുകൊണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഖത്തറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മറ്റു നയതന്ത്ര തലത്തിൽ ഈ രീതിയിലുള്ള ഞാനിന്മേൽ കളിയിൽ ഖത്തർ നടത്തിയതിനുള്ള ഒരു തിരിച്ചടി കൂടിയായി നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതായിരുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് നിരുപാധികം ആയുധം വെച്ച് കീഴടങ്ങണം, ഹമാസിന്റെ അവസാനത്തെ നേതാവിനെയും വധിച്ച ശേഷം മാത്രമേ തങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളൊരു അവസാനവട്ട മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ദോഹയിൽ വെച്ച് നടക്കുന്നത്. ആ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാനപ്പെട്ട ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിലും ഇത്തരത്തിലൊരു ആക്രമണം, അതും ഖത്തറിന് നേരെ തന്നെ, ഖത്തറിനെ ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ പോലും ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നത്. പക്ഷേ
ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്നും വകവരുത്താൻ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ ആക്രമണം കൊണ്ട് ഇസ്രായേലിന് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണം, ഈ മിസൈൽ ആക്രമണം അത് ഫലം കാണാതെ പോയി എന്നതല്ലേ സാഹചര്യം? ആര്യ, അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഈ ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്ന കെട്ടിടം അത് തകരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വ്യോമാക്രമണത്തിലൂടെ ആയിരുന്നു അവിടെ മിസൈൽ പതിക്കുകയും ഒപ്പം തന്നെ ആ കെട്ടിടം പൊടുന്നതിനെ തകർന്നു വീഴുകയും ചെയ്തു. അവിടെ ഈ നേതാക്കളുണ്ട് എന്നുള്ള സ്ഥിരീകരണം നേരത്തെ ഖത്തർ തന്നെ നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഈ സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ ഇവരുടെ ഹമാസിന്റെ നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. പിന്നാലെ ഇത് നിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആക്രമണം നടന്നു, അത് ശരിയാണ്, പക്ഷേ അതിനെ അതിജീവിക്കാൻ തങ്ങളുടെ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ള വിശദീകരണവുമായി ഹമാസ് തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത തുടരുന്നുണ്ട് ആര്യ. കാരണം ഈ നേതാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുവിടാൻ ഇതുവരെയും ഹമാസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഖത്തറും ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, അവരുടെ ആഭ്യന്തര സുരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു പോലീസുകാരനും ജീവഹാനി സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി സേനാ അംഗങ്ങൾക്കും ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഖത്തർ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഹമാസ് നേതാക്കൾക്ക് എന്തുപറ്റി, അവർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, അക്കാര്യത്തിലൊന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഖത്തറും നടത്തുന്നില്ല എന്നുള്ളതാണ്. ഹമാസ് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഇവർ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അതോ ഇസ്രായേൽ പറയുന്നത് പോലെയാണോ? ഇസ്രായേൽ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കയെ തങ്ങൾ നേരത്തെ തന്നെ ഈ നിലപാട് അറിയിച്ചിരുന്നു. തങ്ങൾ ആക്രമിക്കാൻ പോകുന്ന വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആക്രമണം തങ്ങൾ സ്വതന്ത്രമായി എടുത്ത തീരുമാനമാണ്. ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അത് ഫലപ്രദമായി അത് ലക്ഷ്യസ്ഥാനത്ത് കാണാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ നൽകുന്ന വിശദീകരണവും എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കിനി വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ അന്ന് ഹമാസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള വ്യക്തിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ നിർണായകമായിട്ടുള്ള ചിത്രങ്ങളും ഒപ്പം തന്നെ മറ്റ് വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയും ചെയ്യുന്നു. പിന്നീട് അന്നും സമാനമായ രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ തെളിവുകൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് ഹമാസ് നിലപാട് മാറ്റി, അല്ലെങ്കിൽ ആ വിശദീകരണം മാറ്റിക്കൊണ്ട് കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തതാണ്. അതേ രീതിയിലാണോ ഇനി കാര്യങ്ങൾ പോകാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആര് എന്നുള്ളതാണ്. ഇനി ആരായിരിക്കും ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ ഇസ്രായേൽ ഇറാൻ US യുദ്ധം നടക്കുന്ന സമയത്ത് ആ സംഘർഷ സാഹചര്യത്തിൽ